സോ കറന്റ് ഞാനുള്ളത് നമ്മുടെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറിയിലെ ഫസ്റ്റ് ഇയറിലെ വെറ്റിനറി സ്റ്റുഡൻസിനോടൊപ്പമാണ്. കറന്റ് നമുക്ക് കേരളത്തിൽ നിന്ന് അറൗണ്ട് ഒരു 10 സ്റ്റുഡൻസാണ് ഈ വർഷം ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഞാനിവിടെ വന്ന വേറൊന്നുമല്ല, നമ്മുടെ കോളേജിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ഒക്കെ അവരോട് ചോദിക്കാനും എങ്ങനെയുണ്ട് കോളേജിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ കോളേജ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് അറൗണ്ട് ഒരു 2.5 hours നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹരിയാനയിലെ റോഹ്തക് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഹൈവേ ആണ് വരുന്നത്. അതായത് റീച്ചബിലിറ്റി ഒന്നും വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോളേജാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്താണ് സ്റ്റുഡൻസിനോട് അവരുടെ കോളേജിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. സോ എങ്ങനെയുണ്ട് കോളേജൊക്കെ, എങ്ങനെ പോകുന്നുണ്ട്? കോളേജ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ക്ലാസ് തുടങ്ങിയപ്പോൾ 2 മാസമായി. ഇതുവരെയും കുഴപ്പമില്ല, നല്ലിട്ട് പോകുന്നുണ്ട്. സ്റ്റഡീസ് വൈസ് ആയാലും അല്ലാതെ പുറത്ത് നമുക്ക് വേറെ ഗെയിംസ്, സ്പോർട്സ് അങ്ങനെയൊക്കെ നല്ലിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫും മറ്റേ സീനിയേഴ്സ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ഒക്കെയാണ്. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, മീൻസ് ഇപ്പം സ്റ്റഡീസ് കൂടാണ്ട് നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്? ഒരു സ്പോർട്സിന്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? സ്പോർട്സ് ഇവിടെ ഫുട്ബോൾ അവൈലബിൾ ആണ്, ക്രിക്കറ്റ്, വോളിബോൾ, ബാഡ്മിന്റൺ. പിന്നെ മീൻസ് ഇതെല്ലാം സെപ്പറേറ്റ് തന്നെ, ബാക്കി കളിക്കാനുള്ള ഗ്രൗണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു ജിം ഉണ്ട്. ജിമ്മിലൊക്കെ പോകാറുണ്ടോ? വർക്കൗട്ട് ഒക്കെ ചെയ്യാറുണ്ട്? ഓക്കെ. എങ്ങനെയുണ്ട് ജിമ്മിന്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ജിമ്മിന്റെ ഫെസിലിറ്റി എല്ലാ വിധ എക്യുപ്മെന്റ്സും ഉണ്ട്, നല്ലതാണ്. നമുക്ക് മൈൻഡ് നല്ല റിലാക്സ് ആവും. ജിം ഇരിക്കുന്നത് നിങ്ങളുടെ ഈ സെയിം ബ്ലോക്കിലല്ലേ? സെയിം ബ്ലോക്കിൽ തേർഡ് ഫ്ലോറിലാണ്. സോ നിങ്ങളുടെ ഹോസ്റ്റൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർത്ത് ഫ്ലോറിലാണ് നിങ്ങളുടെ ഹോസ്റ്റൽ വരുന്നത്. സോ അപ്പം ബോയ്സിന് ജിം ആക്സസ് ചെയ്ത് വളരെ ഈസിയാണ്. പിന്നെ ഗേൾസിന്റെ ഹോസ്റ്റൽ വരുന്നതെന്ന് പറഞ്ഞാൽ പുറത്തായിട്ട് 100 meters മാറിയിട്ടാണ് ഗേൾസിന്റെ ഹോസ്റ്റൽ. ഈ ജിമ്മിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? ജിമ്മിന്റെ ടൈമിംഗ് നമുക്കിപ്പം നമ്മൾ പോകുന്ന യൂഷ്വലി 4 to 5 അല്ലെങ്കിൽ 5:30 അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ സീനിയേഴ്സ് വരും, പിന്നെ അല്ലെങ്കിൽ സ്റ്റാഫ്, ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ. ഓക്കെ. ഇയർ വൈസ് ചെയ്തിട്ട് ടൈം ഇട്ടിട്ടുണ്ട്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ സ്റ്റാഫ് എങ്ങനെയുണ്ട്? സ്റ്റാഫിന്റെ ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റാഫൊക്കെ ഫ്രണ്ട്ലിയാ, കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ആണെങ്കിൽ അവരൊക്കെ ചെയ്തു തരുന്നുണ്ട്, കുഴപ്പമില്ല. സോ നമ്മുടെ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി, അത് കൂടാണ്ട് നമ്മുടെ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ക്ലിനിക്ക് കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മറ്റേ കാറ്റില് പ്രഗ്നൻസി ആകുമ്പോൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കാണുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് അവിടെ ചില സമയത്ത്. പിന്നെ ഇവിടെ കാറ്റിലും ഫൈറ്റ് നടക്കുമ്പോൾ ഇഞ്ചുറീസ് വരുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ പിടിച്ചു കൊടുക്കണം ഒരാൾ. അപ്പോൾ ഞങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കും, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ എപ്പോഴും ഓപ്പൺ ആണ്. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ പീജൻസിന്റെ ബേബീസ് ഒക്കെ കിടക്കുകയാണെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ പറ്റും. നമുക്ക് എപ്പോഴും പോകാൻ പറ്റുന്ന ഒരു ഇതാണ്. ബിക്കോസ് ജസ്റ്റ് നമ്മുടെ ഇത് കഴിഞ്ഞാൽ അടുത്ത ബിൽഡിംഗ്, അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ് ഫുള്ളി ഓപ്പൺ ആണെങ്കിൽ എന്തെങ്കിലും കേസസ് ഉണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ പോയി ഹെൽപ്പ് ചെയ്യുന്നതിന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് ഇയർ ഇറ്റ് സെൽഫ് തന്നെ അതിനൊരു പിന്നെ പെർമിഷൻ തരുന്നുണ്ട്. ചില കോളേജസിനുള്ളിൽ എന്താണ് ഈ ക്ലിനിക്കൽസ് വരുന്ന സമയത്ത് മാത്രമേ അവർക്ക് പെർമിഷൻ കൊടുക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾ പോയി നിന്ന് കാണുന്നതിനൊന്നും ഇവരൊന്നും പറയാറൊന്നുമില്ല. സോ പിന്നെ ഫാം, ഞാൻ വന്ന വഴിക്ക് ഫാമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോ കറന്റ് എന്തിന്റെയൊക്കെ ഫാം ഇവിടെ ഉള്ളത്? ഇവിടെ കാറ്റിൽ ഉണ്ട്, ബഫലോസ് ഉണ്ട്, ഹോഴ്സ് ഉണ്ട്, പിന്നെ പോൾട്രി ഫാം ഉണ്ട്, പിന്നെ പിഗ് ഉണ്ട്. സോ അത്യാവശ്യം വേണ്ട എല്ലാ ഫാമും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. സോ ഇപ്പൊ ഇനി നിങ്ങൾ 2 മാസമായി എത്തിയിട്ടില്ലേ? 2 മാസം. ഇനി നാട്ടിലോട്ട് എപ്പോഴാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്? നാട്ടിലോട്ട് ഇനി മിഡിന്റെ സമയത്ത് പോകും. ഏപ്രിലാണ്. ഏപ്രിലൊരു 10 days ലീവ് ഉണ്ട്. അപ്പൊ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നത് ബെറ്റർ ഫ്ലൈറ്റ് പോകുന്നതായിരിക്കും ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ബിക്കോസ് ഇപ്പൊ നമ്മൾ ഇടുന്ന ഡൽഹിയിൽ നിന്ന് 2.5 ദിവസം ട്രെയിനിൽ ഇരുന്നിട്ട് ഫുഡും കഴിച്ച് അതിന്റെ എക്സ്പെൻസ് നോക്കുന്നത് നേരത്തെ കൂട്ടിയിട്ട് ഫ്ലൈറ്റിൽ പോകുന്നൊക്കെ ചെയ്യുമല്ലോ. 6,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊച്ചിക്ക് ടിക്കറ്റ് കിട്ടും. റിട്ടേൺ എ സി എടുക്കണമെങ്കിൽ 3,500 രൂപ ആവും. ബാക്കി ഫുഡൊക്കെ ആക്കുമ്പോൾ ശരിയാന്ന് തോന്നുന്നു അല്ലേ? പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് എങ്ങനെയാണ് വന്നത്? ടാക്സി, ഡൽഹിയിൽ നിന്ന് ടാക്സി എടുത്താണോ അതോ ഊബർ എടുത്തിട്ടാണോ? ടാക്സി എടുത്തിട്ട്. എത്ര ചാർജ് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്നോട്ടൊക്കെ? ടാക്സി 2K ആണെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. 2,500-3,000 രൂപയ്ക്കകത്തുള്ള ചാർജ് ചെയ്യും. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്നത്, അതൊന്നും പ്രോബ്ലം ഒന്നും. എങ്ങനെയുണ്ട് ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫുഡ് അഡ്ജസ്റ്റബിൾ ആണ് ഇവിടെ. ജസ്റ്റ് ഒരു 2 weeks ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. ബിക്കോസ് എന്തായാലും നോർത്തിലോട്ട് വരുന്ന സമയത്ത് എന്തായാലും നമുക്ക് കേരളത്തിന്റെ ഫുഡ് എന്തായാലും അല്ല, അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും സ്റ്റാർട്ടിംഗ് ടൈമിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അനീഷ്, പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങളുള്ളത്? അനീഷ്, വേറെന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞു? വേറെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് പാടൊന്നുമില്ല. പിന്നെ എൻജോയ്മെന്റ് ഉണ്ട്. നമുക്ക് 4 PM തൊട്ട് ഫുട്ബോൾ അവൈലബിൾ ആണ്. പിന്നെ സീനിയേഴ്സുമായിട്ട് മാച്ച് അറേഞ്ച് ചെയ്യാറുണ്ട്.
പിന്നെ അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. സീനിയേഴ്സ് വിളിക്കാറുണ്ട്. അപ്പം ഫുട്ബോളെല്ലാം 4 PM തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ക്ലാസ്സസ് ഒക്കെ നല്ലോണം പോകുന്നുണ്ട്. നോർമലി എന്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു എന്താണ് ഒന്നും ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഒരു നോർത്തിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ സൗത്തിലെ സ്റ്റുഡൻസ് എന്ന രീതിയിൽ സ്റ്റാഫിന്റെ എന്തെങ്കിലും സെപ്പറേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേഷൻസ് ഒന്നുമില്ല. രണ്ട് സെയിം തന്നെയാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരോടും സെയിം ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? പിന്നെ വേറെന്താ വീട്ടിലൊക്കെ വിളിക്കാറുണ്ടോ? വീട്ടിൽ വിളിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലാസ് ടൈമിൽ ക്യാമ്പസിനകത്ത് ഫോൺ അലൗഡ് അല്ല. ഫോൺ അലൗഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് ലീവാന്ന് പറയുമ്പോഴാണ് പിന്നെ ഞാൻ മെസ്സേജ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ വിചാരിച്ചിരുന്ന ക്ലാസ്സിലൊന്നും വിളിക്കാനുള്ള പ്ലാനായിരുന്നു. ഓക്കെ. അല്ലാണ്ട് ഇപ്പം ബാക്കി നിങ്ങൾക്ക് ഹോസ്റ്റലിലും ബാക്കിയുള്ള ഇതിലൊക്കെ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യുന്നതിന് ബാക്കിയൊന്നും പ്രോബ്ലം ഒന്നും ബെറ്ററാണ്. ഇപ്പൊ നമ്മൾ ക്യാമ്പസിൽ വരുന്ന സമയത്ത് കോളേജിന്റെ ക്ലാസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണുള്ളത്. ഓക്കെടാ, അപ്പൊ താങ്ക് യു. എന്താണ് നല്ല റോക്കേഴ്സായി വരട്ടെ. താങ്ക് യു വെരി മച്ച്.